മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ എം മണിമൊഴിയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തി. 11 അംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിനും 8 അംഗങ്ങളുടെ പിന്തുണ LDF-നും ലഭിച്ചു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാർ പഞ്ചായത്തിൽ 5ാമത്തെ പ്രസിഡന്റിനെയാണ് ഇന്ന് തിരഞ്ഞെടുത്തത്. തുടർച്ചയായി രാഷ്ട്രീയ സംഭവ വികാസങ്ങളും മാറ്റങ്ങളും നടക്കുന്ന പഞ്ചായത്താണ് മൂന്നാർ പഞ്ചായത്ത്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാർ പഞ്ചായത്തിൽ 5ാമത്തെ പ്രസിഡന്റ് ചൊവ്വാഴ്ച ചുമതലയേറ്റു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ എം മണിമൊഴിയെ തിരഞ്ഞെടുത്തു. പഞ്ചായത്തിലെ ചൊക്കനാട് ഉൾപ്പെടുന്ന 12ാം വാർഡിൽ നിന്നുള്ള അംഗമാണ് മണിമൊഴി. പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമം നടത്തുമെന്ന് ചുമതലയേറ്റ ശേഷം മണിമൊഴി പറഞ്ഞു. പഞ്ചായത്ത് ഇപ്പോൾ നേരിടக்கூடிய വേസ്റ്റ് മാനേജ്മെന്റ് ഇനി கிட்டத்தட்ட 5 மாசம் தான் இருக்கு. இந்த 5 மாசத்துக்குள்ள பஞ்சாயத்து எங்க பரண சமிதியால் நான் வந்த பிறகு நடக்கக்கூடிய பரண சமிதியால் என்ன செய்ய முடியும், பദ്ധதியாக இருக்கட்டும் வேஸ்ட் மேனேஜ்மெண்ட்டாக இருக்கட்டும், அதை நல்ல முறையை செயல்பட இந்த 5 மாதத்தில் செயல்படுத்தி பஞ்சாயத்தை நல்ல ரீதிக்கு கொண்டு வரதுக்குள்ள எல்லா தீர்மானங்களும் எடுத்து முன்னேறும். പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 11 അംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിനും 8 അംഗങ്ങളുടെ പിന്തുണ LDF-നും ലഭിച്ചു. 7ാം വാർഡിൽ നിന്നുള്ള ജ്യോതി സതീഷ് കുമാറായിരുന്നു LDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. തിരഞ്ഞെടുപ്പിൽ താലൂക്ക് സ്ഥിതിവിവരക്കണക്ക് ഓഫീസർ KK ഷിജിൻ മുഖ്യ വരണാധികാരിയായി. മുമ്പ് പ്രസിഡന്റായിരുന്ന ദീപ രാജ്കുമാർ മറ്റൊരംഗത്തിന് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതിന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 28-ന് രാജിവെച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. 21 അംഗങ്ങളിൽ കൂറുമാറിയ 2 അംഗങ്ങളെ അയോഗ്യരാക്കിയതോടെ നിലവിൽ പഞ്ചായത്തിൽ 19 അംഗങ്ങളാണുള്ളത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.